തെരഞ്ഞെടുപ്പ് കാലത്തടക്കം CPM-ന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട്, ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഈ പണം? കാരണം നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഇത്ര ലക്ഷം രൂപയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കാൻ പാടുള്ളത്. ആ പണം ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ ഏതൊക്കെ വഴികളിലൂടെ കിട്ടി എന്നുള്ളതും അടക്കം നമ്മൾ രേഖ സമർപ്പിക്കുന്നതാണ്. പാർട്ടിയിൽ നിന്ന് എനിക്ക് ഇത്ര കിട്ടി, അല്ലാത്ത വഴിയിൽ ഞാൻ സംഭാവനയായിട്ട് ആളുകളിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സംഭാവന ഇതാണ്. ഇങ്ങനെ ഈ ചെലവാക്കിയതിന്റെ പണത്തിന്റെ കണക്ക് ഞാൻ കൃത്യമായിട്ട് ഓരോ സ്ഥാനാർത്ഥിയും കൊടുക്കണം. അപ്പൊ CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് മുഴുവൻ തെറ്റാണെന്ന് എന്റെ അർത്ഥം. ആ കണക്ക് എന്ന് പറയുന്നത് തന്നെ കള്ളക്കണക്കാണ്. അപ്പൊ ഈ കള്ളക്കണക്ക് കൊടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം കബളിപ്പിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജനങ്ങളെയും. അതിനപ്പുറത്ത് കിട്ടിയിട്ടുള്ള പണം, ആ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഏത് മാർഗത്തിലൂടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതടക്കം ആലോചിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ, അതുപോലെ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ച ആ സ്വകാര്യ കമ്പനിക്ക് 49% മാത്രമേ വിദേശ ഫണ്ടിങ്ങിനുള്ള അനുവാദമുണ്ട് എന്നിരിക്കെ 74% അടക്കം ഉൾപ്പെടെ വിദേശ പണം അതിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ, ഞാൻ അതിലുള്ള ഓരോ പോയിന്റായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണം, അത് വിശദീകരിക്കണം. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ല എന്നിരിക്കട്ടെ, സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ല, ഏത് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണത്തെയും നടത്താൻ ആര് വേണമെങ്കിലും വരട്ടെ എന്നുള്ള നിലപാടെടുക്കാൻ CPM തയ്യാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആ അന്വേഷണത്തിന് സന്നദ്ധരാവണം. അതല്ലാതെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് പോളിസിയാണ്. കാരണം അതിനോട് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സ്വയം കെട്ടടക്കിക്കൊള്ളും എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. ഈ വിഷയത്തിൽ അങ്ങനെ കെട്ടടങ്ങില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വിഷയം ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അപ്പൊ അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് സ്വയം കുറ്റവാളികളല്ലെങ്കിൽ, സ്വയം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും.